ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ ഡിവൈഡ് കാണാൻ പോകുന്ന എപ്പിസോഡിൽ സത്യഭാമ എന്ന ഒരു ജെമ്മി അഹങ്കാരി ഒന്നുമല്ലതായി മാറിക്കൊണ്ടിരിക്കുന്നതും അവസാന രക്ഷയായി താൻ എത്രമാത്രം തള്ളി പറഞ്ഞിട്ടും അവസാന രക്ഷയ്ക്ക് തേടേണ്ടി വരുന്നത് സത്യഭാമയ്ക്ക് മറ്റാരല്ല നമ്മുടെ ഷാനിയുടെ കരങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ കാണാം. അതിന് മുന്നേ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ട. ഇനി വരുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് സത്യഭാമയുടെ ഏറ്റവും വലിയ വീഴ്ചയുടെ കാലങ്ങൾ തന്നെ എന്ന് പറയാം. ഇവിടെ തുടർന്ന് തന്നെ കാണിക്കുന്ന കാര്യം രോഹത്തിന് അന്വേഷണമുള്ള ശ്യാമയുടെ വിഷ്ണുവിൻ്റെയും പോക്കാണ്. ശ്യാമ പറയുന്നുണ്ട്, വിഷ്ണു ഏട്ടാ എനിക്ക് രോഹത്ത് എവിടെയാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ വിഷ്ണു അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒന്നും ചിന്തിക്കില്ല. ശ്യാമയും കൊണ്ട് നേരെ രോഹത്തുള്ള സ്ഥലം സുസ്മിതയുടെ വീടിൻ്റെ വാതിലിലേക്ക് തന്നെ പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുക ഷാനിയുടെ ഓഫീസാണ് കാണിക്കുന്നത്. അപ്പോൾ ഷാനിയുടെ ഓഫീസിൽ ജഗദീപ് എന്ന് സുസ്മിത ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജഗദീപ് പറയുവാണ്. അതായത് രോഹത്തിന് ഒരു കാരണവശാൽ ശ്യാമയായിട്ട് അടുക്കാൻ പറ്റാത്ത വിധം എത്രമാത്രം അകറ്റാവോ ആ രീതിയിൽ അകറ്റാനുള്ള എല്ലാ പരിപാടിയും സുസ്മിത കാണിക്കുന്നുണ്ട്. കുടുംബം തല്ലിപ്പിരിപ്പിക്കാനുള്ള എല്ലാ മാർഗവും തന്നെ സുസ്മിത ചെയ്യുന്നതിനൊപ്പം ഇതിനൊക്കെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒന്ന് ശാലിനി മാഡത്തിനെ നല്ലപോലെ ദ്രോഹിക്കുക, പിന്നെ വിഷ്ണു ആശാനെയും ശാലിനി മാഡത്തിൻ്റെയും ജീവിതം തകർക്കുക. ഈ ഒറ്റ ലക്ഷ്യം കൊണ്ട് അതിന് കരുവാക്കാൻ പറ്റിയ ആരെയും മുൻനിർത്തി കളിക്കാൻ തന്നെയാണ് രണ്ടുപേരും തയ്യാറായി നിൽക്കുന്നത്. രണ്ടുപേരെന്ന് പറയുമ്പോൾ മറ്റാരോല മാഡം സുസ്മിതയുടെ എല്ലാ ചെറ്റത്തരത്തിനും കൂട്ടിക്കുന്ന ചിറ്റപ്പൻ്റെ കാര്യം തന്നെ പറയുന്നതെന്നൊക്കെ നമ്മുടെ ജഗദീപ് തന്നെ ഷാനിയോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഷാനി പറയുന്നുണ്ട്, ഒരുവിധം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ജഗദീപേ, എന്നാലും എന്നോട് വന്ന് പറഞ്ഞ കാര്യമായി എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റാത്ത ഒരു കേസായത് കൊണ്ടാണ്. പിന്നെ വിഷമിക്കേണ്ട ജഗദീപേ, ഇതിൽ നേരിട്ട് ഇടപെടേണ്ട ആൾക്കാരെ തന്നെ ഇപ്പോഴത്തേക്ക് അവിടെ എത്തിക്കാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാന്ന് പറയുമ്പോൾ ആ സമയത്ത് കറക്റ്റ് കാണിക്കുന്നത് നമ്മുടെ വിഷ്ണു നേരെ ശ്യാമയും കൊണ്ട് അങ്ങനെ വീട്ടുമുറ്റത്ത് നിന്നിട്ട് രോഹിത്തെ ഇറങ്ങി വാടാന്ന് വിളിക്കുന്നതാണ്. അപ്പോഴത്തേക്ക് രോഹിത്ത് അപ്പോഴത്തേക്കും തന്നെ പുറത്തേക്ക് വന്ന ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും വിഷ്ണു ശ്യാമയും രോഹിത്തിന് പരമ പുച്ഛമാണ്. ഇത് മറ്റൊരാളും കൂടെ കാണുന്നുണ്ട്, സുസ്മിതയാണ്. ഓ ഇവരിവിടെയും വന്നു, ഇനി ഇവിടെ എന്ത് സർക്കസാണ്, എന്തായാലും എൻ്റെ മുന്നിൽ വന്ന് ഇവനെ വിളിച്ചുകൊണ്ട് പോകേണ്ട വരുന്നില്ലേ, നിൻ്റെയൊക്കെ ഒരു ഗതികേടെ എന്ത് മറ്റേവളെ കാണാമല്ലോ എന്നൊക്കെ ഷാനിയെക്കുറിച്ച് മനസ്സിൽ സുസ്മിത ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്താവെന്ന് വെച്ചാൽ നോക്കാം, വിഷ്ണു ഉണ്ടല്ലോ കൂടെ, അപ്പോൾ ഇവന് സത്യങ്ങളൊന്നും അറിഞ്ഞിട്ട് ഇവന് പ്രശ്നമൊന്നുമില്ലേ. ഞാൻ വെച്ച സത്യങ്ങൾ അറിയുമ്പോഴത്തേക്ക് ഇവൻ ഷാനി തള്ളി പറയുന്നു, പകരം ഇവൻ എന്താണ് ഓ രണ്ട് മക്കളെയും കുറിച്ച് അറിഞ്ഞതിൻ്റെ സന്തോഷത്തിനകത്ത് തന്നെയാണ്. എന്തായാലും കൊള്ളാം, താഴെ പോയി നോക്കാമെന്ന് സുസ്മിത എന്താണ് താഴേക്ക് ഇറങ്ങി വരുമോ. അവനെ കണ്ടു സുസ്മിത ചോദിക്കുക, ഓ ഇതാരാ, പ്രതീക്ഷിക്കാത്ത ഒരു ഗസ്റ്റ് ആണല്ലോ, വിഷ്ണു ഏട്ടൻ്റെ ശ്യാമയൊക്കെ എന്താ ഇവിടെ വരെ എന്നൊക്കെ ഒന്നും അറിയാത്ത മട്ടി ചോദിക്കുമ്പോഴത്തേക്കും ആദ്യം ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കും ശ്യാമ പറയോ, രോഹിത്തിന് ഇങ്ങോട്ട് ഇറക്കി വിടേണ്ടി പറയുമ്പോൾ രോഹിത്ത് എങ്ങനെ ഇവിടെ വരുന്നത്, രോഹിത്ത് നിൻ്റെ കൂടെ അല്ലേ കണ്ട, അപ്പം നിൻ്റെ കൂടെ ഇപ്പം ഇല്ലേ എന്നൊക്കെ കളിയൊക്കെ കൊണ്ട് ചോദിക്കുമ്പോഴത്തേക്കും ശ്യാമയ്ക്ക് ശരിക്കും ദേഷ്യം വന്നിട്ട് നമ്മുടെ വിഷ്ണു പറയുന്നത്, സുസ്മിതെ നീ നിന്ന് കളിക്കില്ല, രോഹിതിനെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ നോക്ക്, നീ വെറുതെ കുടുംബം നശിപ്പിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് കുടുംബം നശിപ്പിക്കാനോ, ഓ നിങ്ങൾക്ക് എപ്പം നോക്കിയാലും എന്നെ കുറ്റം പറയുന്നത് മാത്രമേ നേരെ ഉള്ളൂ, ഇപ്പം വിഷ്ണു ഏട്ടൻ തുടങ്ങിയോ എന്നൊക്കെ കുറേ സുസ്മിത അവിടെ കിടന്ന് പറയുമ്പം ഇതൊന്നും വകവയ്ക്കാതെ ശ്യാമ ഒന്നുകൂടെ കൂടെ രോഹിത്തെ താഴേക്ക് ഇറങ്ങി വാ രോഹിത്തെ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ഒരു നടയ്ക്ക് രോഹിത്ത് വരുന്ന ലക്ഷണമില്ലാന്ന് നമ്മുടെ വിഷ്ണുവിന് മനസ്സിലായി. വിഷ്ണു എന്താണ് ശ്യാമ വിളിച്ചു നേരെ സുസ്മിത വീട്ടിൻ്റെ അകത്തേക്ക് കയറുവാണ്. അപ്പോൾ സുസ്മിത ഇത് ഇങ്ങോട്ടേക്ക് കയറുന്നത്, അങ്ങോട്ട് മാറി നിൽക്കട്ടെ എന്നിട്ട് സുസ്മിത മാറ്റി നിർത്തുമ്പോൾ സുസ്മിത ചിന്തയെ എന്തായാലും നീയൊക്കെ വിളി, അവനിപ്പോൾ എൻ്റെ കസ്റ്റഡി, നീ ഒന്നും പറയുന്ന അവൻ്റെ തല കയറത്ത് പോലില്ല, കള്ളിൻ്റെ അത്രയ്ക്ക് ലഹരിയില്ല, അല്ലെങ്കിലേ കലിയ, കള്ളും കൂടെ ആയപ്പോഴത്തേക്ക് രോഹിത്തിൻ്റെ കാര്യം ഒരു തീരുമാനമായെന്നൊക്കെ സുസ്മിത മനസ്സിൽ ചിന്തിക്കുവാണ്. വന്നെങ്കിലോ സുസ്മിത ആ സ്റ്റെപ്പിൻ്റെ ലാൻഡിങ് നില, എടാ രോഹിത് നീ മര്യാദയ്ക്ക് താഴെ ഇറങ്ങി വന്നു, ഞാനിപ്പോൾ മേളിൽ വന്ന കാര്യം വഷളാ, മര്യാദയ്ക്ക് ഇറങ്ങി വേടാ എന്നിട്ട് വിളിക്കുവാണ്. രോഹിത് മനസ്സിൽ ചിന്തിക്കുക, ഓ ശല്യങ്ങൾ ജീവിക്കാൻ സമയത്ത് തന്നെ ആടി ആ സ്റ്റെപ്പിൽ നിന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പോലും പറ്റാതെ അത്ര കള്ളിൻ്റെ ലഹരി നിൽക്കുക. അങ്ങനെ ലാസ്റ്റ് രോഹിത്ത് ഇറങ്ങി വരുന്ന കാണുമ്പോൾ ശ്യാമയ്ക്ക് ഭയങ്കര സങ്കടം. വിഷ്ണു നോക്കൂ, ഇവൻ എന്തൊരു കള്ള് കൂടിയാണ് കുടിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ രോഹിത്തെ നോക്കി ചോദിക്കും, എടാ നീ സ്വന്തമായിട്ട് നശിക്കാൻ തീരുമാനിച്ചോ, നീ ആർക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, നിനക്കൊരു കൊച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും രോഹിത്ത് പറയുന്നുണ്ട്, വീണ്ടും എന്നെ മണ്ടനാക്കാനുള്ള അടവും കൊണ്ട് എൻ്റെ പിറകെ ഇറങ്ങിക്കോ, ദാ മണ്ടനായത് വരെ തന്നെ എനിക്ക് മതി, ഇനി വീണ്ടും അതേ കഥകൾ പറഞ്ഞ് എന്നെ മണ്ടനാക്കാൻ ആരും നോക്കണ്ട. പറയുമ്പോൾ വിഷ്ണു പറയാം, എടാ നീ ഇപ്പം കള്ളിൻ്റെ മദ്യത്തിൻ്റെ പുറത്തിരിക്കുവാണ്, നിന്നോട് ഇപ്പം സംസാരിച്ച് ശരിയാത്തില്ല, അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് രോഹിത്തിനെ വിളിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വിഷ്ണുവിൻ്റെ കൈ അങ്ങ് തട്ടി മാറ്റുവാണ്. അപ്പോൾ ഇത് വിഷ്ണുവിൻ്റെ മനസ്സിലായി ഇവനോട് ഇപ്പം സംസാരിച്ചിട്ട് കാര്യമില്ല, വിഷ്ണു ദേഷ്യം എന്തെങ്കിലും അവിടെ ഇങ്ങനെ എന്താണ് ശ്യാമ ദേഷ്യം കടിച്ചു പിടിച്ചിരിക്കുക. ശ്യാമ നേരെ എന്താണ് ഒരു കാര്യം മനസ്സിലേക്ക് പകയായിട്ട് വെക്കാതെ അങ്ങ് താന്നിറങ്ങി കൊടുത്തിട്ട് രോഹിത്തിൻ്റെ അടുത്ത് പോകാൻ, രോഹിത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ ഇങ്ങനെ ആടി നിൽക്കുന്ന രോഹിത്തിന് ഒരു കൈ കൊണ്ട് താങ്ങി പിടിച്ചിട്ട് ബാ രോഹിത്തെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയും. ചോദിക്കുക, ആരുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറയുന്നത്, ആ വീട്ടിൽ എനിക്ക് ആരുണ്ട് എന്നിട്ട് എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു നോക്കുന്നത്, നിന്നോട് ഞാൻ പറഞ്ഞ് എന്നെ വിളിക്കാൻ നിൽക്കരുത്, എന്നെ ശല്യപ്പെടുത്തി നിൽക്കാതെ ശ്യാമയെ പോകുന്നു പറയുകയാണ്.
ശ്യാമ രോഹിത്തെ വേണ്ട വിട്ടിട്ട് വാ, കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് സംസാരിക്കും, എന്ത് സംസാരിച്ച് എനിക്ക് തീർക്കാനാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രോഹിത്ത് ഓ രണ്ടെണ്ണം കൂടെ ഒരുമിച്ചല്ലേ വന്നത്, ആ കൊള്ളാം കൊള്ളാം, അപ്പം മോളെ മാത്രം പോരാ, ഇപ്പം മോളുടെ അമ്മയും കൂടെ നിൻ്റെ തന്നെ, ആ ലാസ്റ്റ് എല്ലാം നിൻ്റെ തന്നെ, ഇവിടെ മണ്ടനായത് ഞാൻ മാത്രം. അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും കുഴപ്പം കാണില്ല, കാരണം സ്വന്തമായിട്ട് പ്രസവിച്ച കുഞ്ഞിനെ വരെ അനിയത്തിക്ക് അങ്ങ് ദത്ത് കൊടുത്താണല്ലോ സ്വന്തമായിട്ട് വളർത്തിക്കൊള്ളാം. ആ കൊടുത്തിട്ട് മാറി നിന്നവർക്ക് സ്വന്തം ഭർത്താവിനും കൂടെ അനിയത്തിക്ക് വിട്ടു കൊടുക്കുന്ന ഒരു കാര്യമില്ല. നിൻ്റെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി നിനക്ക് കുഞ്ഞിനെ തന്നവളല്ലേ, ഇനി ഭർത്താവിനും കൂടെ നിന്നെ ഏൽപ്പിക്കാൻ പറ, അപ്പം നിനക്കൊരു കുടുംബമായിക്കോളും. അപ്പോഴത്തേക്ക് എൻ്റെ കാര്യം നീ വിട്ടേരെന്ന് പറയുമ്പോഴത്തേക്കും രോഹിത്ത് പറഞ്ഞ വാക്കിട്ട് ശ്യാമയ്ക്ക് ശരിക്കും സങ്കടം നിൽക്കും. കൊച്ചും വിഷ്ണു ബ്രോയിലെ തന്നെ ഈ വെള്ളം നിങ്ങൾക്ക് തന്നെ, ആ സത്യഭാമയുടെ പൊന്നാര മോനല്ലേ, എല്ലാം നിങ്ങൾക്ക് തന്നെ. രോഹിത്ത് പാവം മണ്ടന, എല്ലാവർക്കും വേണ്ടി അധ്വാനിച്ച മണ്ടൻ മാത്രം വന്നിട്ട് രോഹിത്ത് ഭയങ്കര സെൻറ്റി അടിച്ച് നിൽക്കുമ്പോഴത്തേക്കും വിഷ്ണുവിന് അങ്ങ് ദേഷ്യം വന്ന് നിൽക്കുവാണ്. രോഹിത്ത് മോശമായിട്ട് സംസാരിക്കുമ്പോൾ വിഷ്ണു നേരെ രോഹിത്തിനെ കോളർ വെച്ച് എടാ കള്ളു കുടിച്ചാൽ കള്ളു വയറ്റി കിടക്കണം, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത രീതി മാനം കെട്ട രീതിയിൽ സംസാരിക്കുന്നതാണ് പറഞ്ഞ് നേരെ വിഷ്ണു കയറി അങ്ങ് അടിക്കുവാണ്. അപ്പോഴത്തേക്ക് വിഷ്ണുവട്ടം മാറ്റുന്നൊക്കെ പറഞ്ഞിട്ട് കൈ പിടിച്ചെന്താണ് ശ്യാമ മാറ്റുവാണ്. കാരണം ആരുടെ കൂടെ നിൽക്കണം എന്നറിയാത്തൊരവസ്ഥയിൽ ശ്യാമ നിൽക്കുന്നതാണ്. വിഷ്ണു പറയണേ എടാ നിന്നോട് ഇപ്പം സംസാരിച്ചാൽ ശരിയാവത്തില്ല, നീ കള്ളിൻ്റെ ലഹരിയൊക്കെ ഒന്ന് നിൻ്റെ തലേന്ന് ഇറങ്ങി കഴിയുമ്പോൾ നീ നേരെ വീട്ടിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് ബാക്കിയൊക്കെ സംസാരിക്കാം കേട്ടോടാ എന്ന് പറഞ്ഞിട്ട് നേരെ അവിടുന്ന് എന്നൊക്കെ രോഹിത്തിനോട് പറഞ്ഞിട്ട് ശ്യാമയെ വിളിച്ചുകൊണ്ട് നമ്മുടെ വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പം വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും സുസ്മിതയ്ക്ക് ഭയങ്കര സന്തോഷം, കാരണം കൊടുത്ത കള്ളിനുള്ള ആ നന്ദി അവൻ കാണിച്ചിട്ടുണ്ട്. നന്ദികേട് കാണിക്കാൻ എന്തായാലും പത്മാവതി അമ്മയുടെ മോൻ പഠിച്ചിട്ടില്ല എന്നൊക്കെ സുസ്മിത മനസ്സിൽ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിഷ്ണു ശ്യാമ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന നേരിട്ട് ഓപ്പോസിറ്റ് വരുന്നത് ചന്ദ്രബോസ് ചിറ്റപ്പന. ഉടനെ ചന്ദ്രബോസ് ആണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഒരു ആക്കുന്ന രീതിയിൽ മറ്റുള്ള നോട്ടമാണ് നമ്മുടെ വിഷ്ണുവിനെയും ശ്യാമയും നോക്കുന്നത്. അപ്പോൾ ആ ശ്യാമയെ പോകുന്ന പറയുമ്പോൾ ഓ അപ്പോൾ ഈ വണ്ടി ഇപ്പം നീ ആണല്ലേടാ ഓട്ടിക്കുന്ന രീതിയിൽ ഒരു കളിയാക്കിയുള്ള സംസാരം നമ്മുടെ ചന്ദ്രബോസ് അങ്ങ് വിഷ്ണുവിനെ നോക്കി സംസാരിക്കുകയാണ്. ചന്ദ്രബോസ് പറഞ്ഞ കാര്യം കേൾക്കുമ്പോഴത്തേക്കും ശ്യാമയ്ക്ക് ഭയങ്കര സങ്കടമാണ്. ശ്യാമയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴാണ്. ശ്യാമ തല താഴ്ത്തി പിടിക്കും. കാരണം ഒന്നാമത് രോഹിത്ത് പറഞ്ഞ ആ ഒരു വാക്കിന് ഇൻസൾട്ട്, അതിൻ്റെ ഒരു കാര്യം പോലും മനസ്സിൽ നിന്ന് മാഞ്ഞില്ല. അപ്പോഴത്തേക്കും അതിനേക്കാളും വലിയൊരു മുറിവ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചന്ദ്രബോസിൻ്റെ വായിൽ നിന്ന് വീണ് ഇത്രയും വൃത്തികെട്ട വാക്ക് അത് കേട്ട് ശ്യാമ ഭയങ്കര തകം നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വിഷ്ണു പറയുന്നത് ചന്ദ്രബോസെ എല്ലില്ലാത്ത നാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തനിക്ക് എന്നെ അറിയാമല്ലോ, മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിച്ചോണം. എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നത് ആദ്യം നീ മര്യാദയോട് കൂടി നടക്കാൻ നോക്കുക, എന്നിട്ടല്ലേ ബാക്കിയുള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നത്. ചന്ദ്രബോസ് തിരിച്ച് വീണ്ടും പറയാം എന്തായാലും കൊള്ളാം, അനിയത്തിയും നിനക്ക് തന്നെ ചേച്ചിയും നിനക്ക് തന്നെ അടിപൊളിയായിട്ടുണ്ടടാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് വീണ്ടും കളിയാകുമ്പോഴത്തേക്കും വിഷ്ണുവിന് ശരിക്കും സമനില തെറ്റി ദേഷ്യം വന്ന് എന്തൊക്കെ ദേഷ്യം രോഹിത്തിനോട് കൂടെ ഉണ്ടായിരുന്നോ ആ എല്ലാ ദേഷ്യവും ഒരുമിച്ച് തന്നെ ചന്ദ്രബോസിൻ്റെ പുറത്തേക്ക് അങ്ങ് തീർക്കുവാണ്. ആണ് ചന്ദ്രബോസ് വെറുതെ പോയി വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിച്ച് അടിയെന്ന് തന്നെ പറയാം. നല്ലപോലെ വിഷ്ണു ചന്ദ്രബോസിന് നന്നായിട്ട് ആവശ്യത്തിന് കൊടുത്ത് അവിടെ സിറ്റ് ഔട്ടിലേക്ക് അടിച്ച് പരത്തി ഇരുത്തുന്ന കാണിച്ചാണ് അടുത്ത എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. ചാനൽ കാണാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻസ് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ട. ബൈ.